ദൈവനാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. സഭയുടെ സാമൂഹ്യ പ്രവർത്തനം എന്ന വിഷയമാണ് നാം ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സഭ സാമൂഹ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടണം. അത് ഒരു പ്രധാന ഉത്തരവാദിത്തം ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ആ ഉത്തരവാദിത്തത്തിലെ പദ്ധതി എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. ഉത്തരവാദിത്തത്തിലെ ആ പദ്ധതി എപ്രകാരം നമ്മൾ അടിസ്ഥാനമാക്കണം എന്ന് നോക്കിയപ്പോൾ അത് തിരുവചന സത്യമാണ് ഈ ഉത്തരവാദിത്തത്തിൻ്റെ അടിസ്ഥാനം എന്നതിനെക്കുറിച്ചും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് അപ്രകാരം ഒരു അടിസ്ഥാനം നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകുവാനും അല്ലെങ്കിൽ ഒരു സമൂഹ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനവും പകർന്ന് അവരെയും സ്വർഗരാജ്യത്തിലേക്ക് ആദായപ്പെടുത്തുവാനുള്ള വിശ്വാസവും പ്രത്യാശയും ധൈര്യവും നാം എപ്രകാരം നേടിയെടുക്കണം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നാം മനസ്സിലാക്കുവാൻ പോകുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനം നമുക്കുണ്ടായിരിക്കണം. എന്നാലേ തിരുവചനത്തിലെ ഓരോ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുവാൻ സാധിക്കത്തുള്ളൂ. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ദൈവമേ, അടിയങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരികയാണ് പിതാവേ. തിരുവചനം അങ്ങയുടേത്, നൽകിയത് അങ്ങാണ് പിതാവേ. അടിയങ്ങളും അങ്ങയുടേതാകുന്നു. ദൈവമേ, അടിയങ്ങൾക്ക് അങ്ങയുടെ തിരുവചന സത്യം പരിശുദ്ധാത്മ നിറവോടുകൂടി അങ്ങ് പ്രബോധിപ്പിക്കണമേ. എല്ലാം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. നാം ഒരു ഭവനത്തിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരനെ കാണുമ്പോൾ നാം എന്തൊക്കെ സംസാരിക്കും എന്ന് ചിലപ്പോൾ നമുക്ക് തന്നെ അറിയത്തില്ല. ചിലപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. ഒരു ഭവനത്തിൽ ചെല്ലുമ്പോഴോ ഒരു വ്യക്തിയെ കാണുമ്പോഴോ അവരടുത്ത് എന്തെല്ലാം നാം സംസാരിച്ചു, എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ സംസാരിച്ചോ എന്നെല്ലാം നാം പലപ്പോഴും ചിന്തിക്കാറില്ല. എന്നാൽ ഒരു സഭയായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം ജനങ്ങളുടെ ഇടയിൽ എത്തിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ അവരടുത്ത് എന്ത് സംസാരിക്കണം, അവരുടെ ആവശ്യം എന്താണ്, ആഗ്രഹമല്ല. മനുഷ്യന് അനേക ആഗ്രഹമുണ്ട്, അതേപോലെ തന്നെ ആവശ്യം ഉണ്ട്. പലപ്പോഴും മനുഷ്യന് ആഗ്രഹങ്ങൾ അധികമായി ഉള്ളതുകൊണ്ട് ആവശ്യം എന്താണെന്ന് മറന്നു പോകുന്ന അവസ്ഥയാണ്. അവരുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി അത് നിറവേറ്റി കൊടുക്കുവാനാണ് ഇന്ന് ഓരോ സഭയും ആയിരിക്കുന്നത്. ആ സഭയിൽ ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. സഭ സാമൂഹ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടണം. അതിനാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് എൻ്റെ സമാധാനം നൽകുന്നു, നിങ്ങൾ ആ സമാധാനം അന്ധകാരത്തിലായിരിക്കുന്നവർക്ക് വലിയ വെളിച്ചമായി നൽകുവാൻ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നാം എപ്രകാരം അതിനുവേണ്ടി ഒരുങ്ങണം? ഇതിൻ്റെ അടിസ്ഥാനവും പദ്ധതിയുമെല്ലാം കർത്താവായ യേശുക്രിസ്തുവും ആ തിരുവചനവുമാണ് എന്ന് നാം മനസ്സിലാക്കി. എന്നാൽ ഈ തിരുവചനം നാം പഠിക്കുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള കാര്യങ്ങൾ അറിയാം, അടിസ്ഥാന തത്വങ്ങൾ അറിയാം, പ്രവചനങ്ങൾ അറിയാം, കാലങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ പ്രവചനങ്ങൾ എടുത്ത് നമ്മൾക്ക് പറയുവാൻ സാധിക്കും. ഇതിൻ്റെ എ മുതൽ ഇസഡ് വരെയുള്ള കാര്യങ്ങൾ നമുക്കെല്ലാം അറിയാം. എന്നാൽ നാം ഒരു വ്യക്തിയെ കാണുമ്പോൾ നമ്മുടെ അറിവിൽ നിന്നും ആ വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ളത് ഏതാണ് എന്ന് അറിയാൻ സാധിക്കുമോ? അല്ലെങ്കിൽ നാം ഒരു വ്യക്തിയെ കാണുമ്പോൾ, നാം പ്രാർത്ഥിക്കുവാൻ ഒരു ഭവനത്തിൽ ചെല്ലുമ്പോൾ, നാം നമ്മുടെ ജോലി സ്ഥലത്തായിക്കോട്ടെ, നമ്മൾ നമ്മുടെ കൂട്ടുകാരെ കാണുന്നതായിക്കോട്ടെ, ആരെങ്കിലും നമ്മൾ കണ്ടുമുട്ടുമ്പോൾ നമ്മുടെ അടുത്തിരിക്കുന്ന ആൾ അല്ലെങ്കിൽ നമ്മോട് സംസാരിക്കുന്ന വ്യക്തിക്ക് എന്താണ് ആവശ്യം, അവർ ഏത് അവസ്ഥയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്,
നമ്മുടെ ഒരു വാക്ക് ചിലപ്പോൾ അവർക്ക് ആശ്വാസമാകും. നമ്മുടെ സഹായം ചിലപ്പോൾ അവർക്ക് വലിയ ആശ്വാസമാകും. അപ്രകാരമുള്ള ആ സമയം, തക്ക സമയത്തിലുള്ള തക്ക വാക്കും തക്കതായിട്ടുള്ള സഹായവും നമുക്ക് എപ്രകാരം ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുവാൻ സാധിക്കും? അതിന് നമുക്ക് ഒരുക്കം ആവശ്യമുണ്ട്. കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു, വാഗ്ദത്തം നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുന്നത് വരെ നിങ്ങൾ മാളിക മുകളിലായിരിക്കുക, നിങ്ങൾ അടങ്ങി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അതിനുശേഷം നിങ്ങൾ യഹൂദിയയിലും അതേപോലെ തന്നെ എല്ലായിടത്തും നിങ്ങൾ ദൈവത്തിൻ്റെ വചനവുമായി ചെന്നെത്തുക എന്ന് പറഞ്ഞു. ഈ ലോകത്ത് നാം നോക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം ഇല്ലാതെ ജനങ്ങൾ അന്ധകാരത്തിലായിരിക്കുന്നു. അതിലേറെ നാം നോക്കുമ്പോൾ ആഹാരമില്ലാത്ത അവസ്ഥയുണ്ട്. രോഗസൗഖ്യത്തിന് വേണ്ടി ധനം അധികമായിട്ട് ചെലവഴിച്ച് പല ചികിത്സകളും ചെയ്യുന്ന വ്യക്തികളുണ്ട്. വിദ്യാഭ്യാസം നേടുവാൻ ധനത്തിനു വേണ്ടി പോകുന്നവരുണ്ട്. മാതാപിതാക്കൾ ധനം അധികമായി നൽകിയിട്ടും നല്ല രീതിയിൽ പഠിക്കാത്ത മക്കൾ ഉണ്ട്. ഒരു ഭവനം, ഒരു വാഹനം, ഇതെല്ലാം അവർക്ക് ധനമുണ്ടായിരുന്നിട്ടും അവർക്ക് നേടിയെടുക്കുവാൻ പറ്റാത്ത അവസ്ഥ, നേടിയെടുക്കുവാൻ സാഹചര്യങ്ങളും അതേപോലെ തന്നെ ആഗ്രഹങ്ങളും എല്ലാം ഉണ്ടായിരുന്നിട്ടും ധനമില്ലാത്ത അവസ്ഥ. ഇങ്ങനെ ജനങ്ങൾക്ക് പലവിധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. എന്നാൽ അവരുടെ ആവശ്യം എന്താണെന്ന് അറിഞ്ഞ് ആ ആവശ്യം നിറവേറ്റിക്കൊടുത്ത് അവരെ ദൈവഭാഗത്ത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവാനാണ് സഭയാകുന്ന എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചിരിക്കുന്നതും സഭ സാമൂഹ്യ പ്രവർത്തനം ചെയ്യണം എന്നും പറഞ്ഞിരിക്കുന്നത്. ഇന്ന് അപ്രകാരമുള്ള ഒരു പ്രവർത്തനം ചെയ്യുവാനാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം നാം പെട്ടെന്ന് ചെന്ന് ഒരു വ്യക്തിയെടുത്ത് ത്രിവിധദൂതും ശബദും അടിസ്ഥാന തത്വങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്കത് മനസ്സിലാകും. എന്നാൽ ആ വ്യക്തിയാകുന്ന നിലത്തെ നാം ഒരുക്കുന്നില്ല. വിത്തങ്ങ് വരും, പക്ഷേ ആ മുള്ളുകളെല്ലാം ചേർന്ന് ആ വിത്തിനെ നശിപ്പിച്ച് കളയും. നാം ചെയ്യേണ്ട കാര്യം പ്രാർത്ഥനയോടുകൂടി ആ മുള്ളെല്ലാം വെട്ടിക്കളഞ്ഞ് ആ നിലത്തെ, ആ വ്യക്തിയെ ഒരുക്കണം. അതിന് ആ വ്യക്തിയുടെ ആവശ്യം എന്താണെന്ന് അറിഞ്ഞ് ആ വ്യക്തിയുടെ ആവശ്യം നിറവേറ്റി കൊടുക്കണം. ചിലപ്പോൾ കടബാധ്യതയായിരിക്കും, ചിലപ്പോൾ രോഗസൗഖ്യത്തിന് വേണ്ടിയായിരിക്കും, ചിലപ്പോൾ കുടുംബത്തിലെ പ്രശ്നമായിരിക്കും. ഏതു തന്നെ പ്രശ്നങ്ങളായിക്കോട്ടെ, എന്തെങ്കിലും ആയിരിക്കും. അത് നിറവേറ്റിക്കൊടുക്കാൻ എനിക്കും നിങ്ങൾക്കും ധൈര്യമുണ്ടോ? ഞാനൊരു ഭവനത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ, ഞാൻ ദൈവത്തിൻ്റെ വചനവുമായി ഒരു ഭവനത്തിലെത്തുമ്പോൾ അവർ അവരുടെ ആവശ്യം നമ്മുടെ അടുത്ത് പറയുമ്പോൾ ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി, ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ആവശ്യം നിറവേറുമോ എന്നൊരു വിശ്വാസം നമ്മളിലുണ്ടോ? അതോ സംശയത്തിൽ നിൽക്കുന്നു? എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നിങ്ങൾ ദൈവത്തിൻ്റെ വചനം, അല്ലെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ വചനം നേരത്തെ പറഞ്ഞതുപോലെ വെളിപ്പാട് മുതൽ അല്ലെങ്കിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പഠിച്ചിരുന്നവരായിരിക്കാം, എല്ലാ അടിസ്ഥാന തത്വങ്ങൾ അറിഞ്ഞവരായിരിക്കാം. എന്നാൽ അത് എത്തിക്കണമെങ്കിൽ ദൈവശക്തി ഉണ്ടായിരിക്കണം. അതൊരു ജനത്തിൻ്റെ അടുത്ത് എത്തിക്കണമെങ്കിൽ ആ വചനത്തിന് ജീവനുണ്ട് എന്ന് അവർ നമ്മളിലൂടെ മനസ്സിലാക്കണം. നാം ഒരു വ്യക്തിയുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരുടെ ആവശ്യം ആദ്യം നിറവേറ്റി കൊടുക്കണം. കർത്താവായ യേശു ക്രിസ്തു അത് തന്നെയാണ് ചെയ്തത്. എല്ലാവരിടത്തും ചെന്ന് യേശുക്രിസ്തു ദൈവത്തിൻ്റെ വചനം, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ എന്ന് യേശുക്രിസ്തു പ്രസംഗിക്കുന്നതോടെ തന്നെ അതിന് മുൻപായി അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിയിരുന്നു. രോഗസൗഖ്യം നൽകിയിരുന്നു. അവരുടെ മനസ്സിലെ വിഷമങ്ങൾ മാറ്റിയിരുന്നു.
അവരുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവായ യേശു ക്രിസ്തു പിതാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനയോടുകൂടെ നിറവേറ്റിക്കൊടുത്തു. ആഗ്രഹങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. മനുഷ്യന് അനേക ആഗ്രഹങ്ങളുണ്ട്. എന്നാൽ ആഗ്രഹങ്ങളൊന്നും ദൈവം നിറവേറ്റിക്കൊടുക്കുവാൻ ആരെടുത്തും പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് ചിലപ്പോൾ ആഹാരമാകാം, വസ്ത്രമാകാം, പാർപ്പിടമാകാം, ചിലപ്പോൾ അവരുടെ രോഗസൗഖ്യമാകാം, ചിലപ്പോൾ കടബാധ്യതയിൽ നിന്ന് മാറുന്നതാകാം. എന്താവശ്യങ്ങൾ, പല ആവശ്യങ്ങളും അവർക്ക് ഉണ്ട്. ആ ആവശ്യങ്ങൾ പ്രാർത്ഥനയാൽ നിറവേറ്റി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വചനവുമായി ആ ഭവനത്തിൽ ചെന്നെത്തുവാൻ സാധിക്കും. ഇന്ന് നാം നോക്കുമ്പോൾ പലവിധമായിട്ടുള്ള മ്ലേച്ഛ പ്രവൃത്തികളാണ് ദൈവ വചനവുമായി ദൈവത്തിൻ്റെ ദാസന്മാർ പല കുടുംബത്തിലും ചെന്ന് അവർ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ നമ്മൾ പത്രത്തിലൂടെയും മറ്റു വാർത്തയിലൂടെയും കേൾക്കാവുന്നതാണ്. പുരോഹിത പട്ടം നേടാൻ നിന്ന വ്യക്തി ഒരു സ്ത്രീയെ ഉപദ്രവിച്ചതിൻ്റെ പേരിൽ പോലീസ് പിടിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ വചനവുമായി നാം ഒരു കുടുംബത്തിൽ പോകുമ്പോൾ ആ കുടുംബത്തിൽ സമാധാനമുണ്ടാകുമോ? അതോ ഭാര്യ ഭർത്താവ് തമ്മിലുള്ള വേർപാടുണ്ടാകുമോ? മക്കളും അമ്മയും അച്ഛനും തമ്മിലുള്ള വേർപാടുണ്ടാകുമോ? നല്ല സമാധാനത്തിൽ, കുറച്ചെങ്കിലും സമാധാനത്തിൽ പൊയ്ക്കൊണ്ടിരുന്ന ഭവനം ഏറ്റവും കുത്തഴിഞ്ഞ ജീവിതത്തിൽ പോകുമോ? നാം അതിനല്ല ദൈവത്തിൻ്റെ വചനവുമായി ഒരു ഭവനത്തിലേക്ക് കടന്ന് ചെല്ലുന്നത്. നാം ഒരു ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പലവിധമായിട്ടുള്ള പ്രലോഭനങ്ങളിലും പലവിധമായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും നമുക്കുണ്ടാകും. ഒരു വീട്ടിൽ നാം കടന്നു ചെല്ലുമ്പോൾ, ഒരു വ്യക്തിയെ കാണുമ്പോൾ ദൈവം ദാനമായി നൽകിയ നമ്മളുടെ പ്രാർത്ഥനാവരവും ദൈവം ദാനമായി നൽകിയ നമ്മളുടെ എല്ലാവിധ കഴിവുകളും നാം ദൈവവേലയ്ക്ക് വേണ്ടി ഉപയോഗിച്ച് അവരുടെ ജീവിതത്തിലൊരു നേട്ടം വരുമ്പോൾ അവർ സമ്മാനം ദാനമായി ദൈവം നൽകിയത് നാം ദാനമായി തന്നെ കൊടുക്കണം. അതിൽ വേറൊന്നും പ്രതീക്ഷിക്കുവാൻ പാടില്ല. അപ്രകാരം നാം നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വചനം ആ കുടുംബത്തിൽ എത്തിക്കുവാൻ സാധിക്കും. ആ കുടുംബത്തെ ക്രിസ്തുവിന് വേണ്ടി വീണ്ടെടുക്കുവാൻ നമുക്ക് സാധിക്കും. എന്നാൽ ഇന്ന് അപ്രകാരം നമ്മുടെ സഭ സമൂഹത്തിൽ ഇറങ്ങി ധൈര്യത്തോടുകൂടി ഒരു ഭവനത്തിൽ കയറിച്ചെന്ന് ധൈര്യത്തോടു കൂടി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ഞാൻ പ്രാർത്ഥനയാൽ നേടിത്തരും എന്ന് ധൈര്യത്തോടു കൂടി ഇന്ന് സഭയാകുന്ന എനിക്കും നിനക്കും പറയുവാൻ സാധിക്കുമോ? സാധിക്കണം. അപ്രകാരം സാധിക്കണം. അങ്ങനെ അല്ല എങ്കിൽ നാം അടിസ്ഥാന തത്വങ്ങൾ പഠിച്ചിട്ടും ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പഠിച്ചിട്ടും ത്രിവിധ ദൂത് പഠിച്ചിട്ടും 7 ദൂതന്മാരെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടും 7 ക്രോധകലശത്തെക്കുറിച്ച് പഠിച്ചിട്ടും നാം മൃഗങ്ങളെക്കുറിച്ചും നമ്മൾ അതുപോലെ തന്നെ 666 ഇതൊന്നും പഠിച്ചിട്ടും വ്യർത്ഥമാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ ആ വചനങ്ങൾക്ക് ജീവനില്ല. ഒരു ഭവനത്തിൽ കയറി ചെല്ലുമ്പോൾ അവരുടെ ആവശ്യം പ്രാർത്ഥനയാൽ നിറവേറ്റിക്കൊടുത്ത് അവരെ ബലപ്പെടുത്തി പിന്നെ അടിസ്ഥാന തത്വങ്ങൾ പറഞ്ഞു കൊടുക്കുവാനുള്ള ഒരു ധൈര്യവും വിശ്വാസവും നമ്മളിൽ ഇല്ല എങ്കിൽ ചത്ത വിശ്വാസമാണ് നമ്മളിൽ നിൽക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ആദ്യം നീ അത് നേടിയെടുക്ക്, എന്നിട്ട് എൻ്റെ വചനവുമായി നീ ഇറങ്ങിച്ചെല്ല്. അതാണ് ഇന്ന് സഭയുടെ സാമൂഹ്യ പ്രവർത്തനം നാം നേടിയെടുക്കണം. പിന്മഴയ്ക്ക് വേണ്ടി ഇന്ന് കാത്തിരിക്കുകയാണ്. പിന്മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ എന്തിനാണ് പിന്മഴ ലഭിക്കുന്നത്? പിന്മഴ ലഭിക്കുന്നത് അനേക വ്യക്തികൾ അന്ധകാരത്തിൽ കിടക്കുകയാണ്. ആ അന്ധകാരത്തിൽ കിടക്കുന്ന വ്യക്തികളെ നാം വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു പടി അല്ലെങ്കിൽ ഒരു നൂൽ നമ്മൾ എറിഞ്ഞു കൊടുക്കണം. അവരുടെ ആവശ്യം നിറവേറ്റി കൊടുക്കണം. പ്രാർത്ഥനയാൽ, ആഗ്രഹമല്ല, ആവശ്യം നിറവേറ്റി കൊടുക്കണം. അതിനെന്താണ് ചെയ്യേണ്ടത്? നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. നിങ്ങൾ
നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്നും അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകുകയില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലുമല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഇന്ന് ഉപവാസത്താലും പ്രാർത്ഥനയാലും നാം ഒന്നും നേടിയെടുക്കുന്നില്ല. നമ്മുടെ സഭയിൽ എത്ര ദിവസമായി ഉപവാസ പ്രാർത്ഥന വെച്ചിട്ട്, നമ്മുടെ കുടുംബത്തിൽ എത്ര ദിവസമായി ഉപവാസ പ്രാർത്ഥന വെച്ചിട്ട്? എന്തിനാണ് ഉപവാസ പ്രാർത്ഥന? ഞാൻ എന്നെ ഒരുക്കുവാൻ വേണ്ടി. ഞാനൊരു ഭവനത്തിൽ കയറി ചെല്ലുമ്പോൾ ആ ഭവനത്തിൽ അവിടെ ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ. ആ സ്ത്രീയുടെ മേൽ എനിക്ക് ഒരാഗ്രഹം തോന്നും എന്ന പാപചിന്ത എനിക്കുണ്ട്. ആ ചിന്ത മാറി ദൈവത്തിൻ്റെ ഇന്ദ്രിയ ജയം നൽകുവാനാണ് ഉപവാസ പ്രാർത്ഥന. ഞാനൊരു ഭവനത്തിൽ കയറി ചെല്ലുമ്പോൾ ആ ഭവനത്തിൽ അവർ രോഗസൗഖ്യത്തിന് വേണ്ടി വാഞ്ചിച്ചിരിക്കുകയാണ്. ഡോക്ടർമാരെ എല്ലാം കണ്ടു, ഡോക്ടർമാരെല്ലാം കൈയൊഴിഞ്ഞു. അവർ തീയതി നിശ്ചയിച്ചിരിക്കുകയാണ്. അവർക്ക് ജീവിക്കണം, യൗവനക്കാരാണ്, ജീവിക്കണം. അതിനുവേണ്ടി അവർ ആ ജീവന് വേണ്ടി വാഞ്ചിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് ആ ജീവനെ വാങ്ങിക്കൊടുക്കുവാൻ വേണ്ടിയാണ് എന്നെയും നിങ്ങളെയും ദൈവമാക്കിയിരിക്കുന്നത്. അതിനുള്ള ഒരുക്കമാണ് ഉപവാസവും പ്രാർത്ഥനയും. ഉപവാസവും പ്രാർത്ഥനയും ഇല്ലാതെ ദൈവത്തിൻ്റെ വചനവും എടുത്ത് ദൈവത്തിൻ്റെ ഈ വചനവും എടുത്തുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിക്കും ഒന്നും നടക്കത്തില്ല. കാരണം നമ്മളെ തന്നെ ഒരുക്കുന്നില്ല. പാപം പടിവാതിൽക്കൽ നിൽക്കുകയാണ്. കടുകുമണിയോളം പോലും വിശ്വാസമില്ലാത്ത അവസ്ഥ. പാപം നിൽക്കുമ്പോൾ വിശ്വാസമില്ലാത്ത അവസ്ഥയാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ഉപവാസ പ്രാർത്ഥനയും ഇവിടെ ഉപവാസവും പ്രാർത്ഥനയും എന്ന് പറയുന്നത് അത് വെറും പിന്മഴ നമുക്ക് ലഭിച്ചുകൊണ്ട് നാം സ്വർഗത്തിൽ നേരിട്ട് പോകുവാനല്ല. നമുക്ക് പിന്മഴ ലഭിച്ച് നമ്മുടെ നിസ്സഹായ അവസ്ഥയിൽ വലിയ സഹായം ഉണ്ടാകുവാൻ, നമ്മുടെ ബലഹീനത മാറ്റി ക്രിസ്തുവിൻ്റെ വിശ്വാസം നിറച്ച് ഈ വചനം നാം ജനങ്ങളുടെ ഇടയിൽ സാമൂഹ്യ പ്രവർത്തനമായി ചെല്ലുമ്പോൾ ആഹാരമില്ലാത്തവർക്ക് ആഹാരം കൊടുക്കുവാൻ നമുക്ക് സാധിക്കും. അതിനുള്ള വഴി ദൈവം തുറന്നു നൽകും. വിദ്യാഭ്യാസമില്ലാത്തവർക്ക് വിദ്യാഭ്യാസം നേടുവാനുള്ള വഴി ദൈവം തുറന്നു നൽകും. വിദ്യാഭ്യാസം ചെയ്തിട്ട് ബുദ്ധിയും ജ്ഞാനവും അധികമായി ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ബുദ്ധിയും ജ്ഞാനവും ദൈവത്തിൽ നിന്നും വാങ്ങിക്കൊടുക്കുവാൻ നമുക്ക് സാധിക്കും. രോഗസൗഖ്യത്തിന് വേണ്ടി നിൽക്കുന്നവർക്ക് രോഗസൗഖ്യം ദാനമായി നമുക്ക് നൽകുവാൻ സാധിക്കും. അതിന് നമ്മളെ തന്നെ ഒരുക്കണം. അതിന് ഉപവാസവും പ്രാർത്ഥനയും അത്യാവശ്യമാണ്. നമുക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കണം. നമ്മുടെ ആവശ്യങ്ങൾ ആദ്യം പ്രാർത്ഥിച്ച് നിറവേറണം. എൻ്റെ കുഞ്ഞിനൊരു രോഗം വന്നു. ആ രോഗത്തിന് ഒരു വിമുക്തിയും കാണുന്നില്ല. വളരെയധികം ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമായിരുന്നു. മാതാവ് 1 മാസം ഉപവാസ പ്രാർത്ഥന എടുത്തു. 1 മാസം എന്ന് പറയുമ്പോൾ രാവിലെ മുതൽ ഉച്ചവരെ ഒരു കൃത്യസമയത്ത് പ്രാർത്ഥനയും ഉപവാസമായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ അടുത്തും എൻ്റെ ഭാര്യയെടുത്തും അപ്രകാരം ഉപവാസ പ്രാർത്ഥനയിൽ ഏർപ്പെടുവാൻ നമ്മൾ തീരുമാനിച്ചു. അതിനുശേഷം കുഞ്ഞിന് ഇതുവരെയും ആ രോഗം വന്നിട്ടില്ല. അതേ രോഗമാണ് ഇവിടെ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം മുതൽ വായിക്കുമ്പോൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഒരു വ്യക്തി തൻ്റെ മകൻ ഒരു രോഗവുമായി കടന്നു വരുന്നു. ശിഷ്യന്മാരടുത്ത് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, നമുക്ക് ചെയ്യുവാൻ സാധിക്കില്ല. യേശുക്രിസ്തു അപ്പോഴാണ് അവരെ ശാസിച്ചത്. അല്പവിശ്വാസികളെ, ഞാൻ എത്ര സമയം നിങ്ങളോട് കൂടെ ഇരിക്കും? അവിടെ പറയുന്നത്, കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ രോഗത്തെ നിങ്ങൾ കൽപ്പിച്ചുവെങ്കിൽ, ഈ ബാധയെ നിങ്ങൾ മാറുവാൻ കൽപ്പിച്ചുവെങ്കിൽ മാറുമായിരുന്നു. ആ വിശ്വാസം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ജാതി, നിങ്ങളുടെ ഉള്ളിലുള്ള പാപമാകുന്ന ജാതി, നിങ്ങളുടെ ഉള്ളിലുള്ള അവിശ്വാസമാകുന്ന ജാതി, നിങ്ങളുടെ ഉള്ളിലുള്ള പൈശാചിക പോരാട്ടങ്ങളാകുന്ന ജാതി, നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാവിധമായിട്ടുള്ള അഴുക്ക് ചാലുകൾ, നിങ്ങളുടെ സ്വഭാവ ദൂഷ്യങ്ങൾ, നിങ്ങളെ തന്നെ പുറകോട്ട് പിടിക്കുന്ന നിങ്ങളുടെ ലോകമോഹ ചിന്തയും സുഖങ്ങളും, അതേപോലെ തന്നെ
നിങ്ങളുടെ എല്ലാ അഴുക്ക് ചാലുകളും എന്ന ജാതി മാറണമെങ്കിൽ ഉപവാസവും പ്രാർത്ഥനയുമല്ലാതെ മാറില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ഞാൻ അറിഞ്ഞിരിക്കുന്നു, വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ജീവിതത്തിൽ ഞാൻ രുചിച്ചറിഞ്ഞു. എൻ്റെ മകൾക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മകൾക്ക് ആ ബുദ്ധിമുട്ട് മാറി. ഇതുവരെയും ആ രോഗം വന്നിട്ടില്ല. എനിക്കിപ്പോൾ ധൈര്യമുണ്ട്. ഞാൻ ഉപവാസത്താലും പ്രാർത്ഥനയാലും ഒരു ഭവനത്തിൽ കടന്നു ചെന്ന് അവരുടെ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം ആ ആവശ്യം നിറവേറ്റി കൊടുക്കും. അതിനുശേഷം ദൈവത്തിൻ്റെ വചന അടിസ്ഥാനം പറഞ്ഞു കൊടുത്ത് അവരെ അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന് സ്വർഗരാജ്യത്തിന് ഒരു ആദായമാക്കുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ഈ ലോകത്തിലെ ജനങ്ങൾ അനേക ആവശ്യങ്ങളാൽ വ്യാകുലപ്പെടുന്നു. അവർക്ക് ആദ്യം ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുവാൻ ധനമില്ലാതെ ഒന്നും കഴിയത്തില്ല. എന്നാൽ ധനമില്ലാതെ തന്നെ അവർക്ക് ആവശ്യം നേടിക്കൊടുക്കുവാൻ വേണ്ടിയാണ് സഭ എന്ന് എന്നെയും നിങ്ങളെയും ആക്കിയിരിക്കുന്നത്. ഇന്ന് ആ സഭ സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്നുണ്ടോ? ഇവിടെ പിന്മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ, പിന്മഴയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു സഭ ഈ പിന്മഴ ലഭിച്ചതിന് ശേഷം എന്തു ചെയ്യണം എന്നും കൂടെ മനസ്സിലാക്കണം. ആ പിന്മഴ ലഭിക്കുന്നത് പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ലഭിക്കത്തില്ല. ആ സഭ എന്നും അല്ലെങ്കിൽ ആരാധന ദിവസം മാത്രം വന്നിരുന്ന് ആരാധിച്ചു പോകുന്നതല്ല, 4-5 മണിക്കൂർ ആരാധിച്ചു പോകുന്നതല്ല. എല്ലാ ദിവസവും ഈ സഭയുടെ പ്രവർത്തനം ജനങ്ങളുടെ ഇടയിൽ എത്തണം. അതിന് ആദ്യം നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വാസത്തോടുകൂടെ കടന്നു ചെല്ലണം. ആ വിശ്വാസം, ഞാനൊരു ഭവനത്തിൽ ചെന്നാൽ ആ ഭവനത്തിന് അനുഗ്രഹമുണ്ടാകും. ദൈവത്തിൽ നിന്നും അനുഗ്രഹം പ്രാർത്ഥനയാൽ ആ ഭവനത്തിന് മേടിച്ചു കൊടുക്കുവാൻ സാധിക്കും എന്ന വിശ്വാസം എനിക്കുണ്ടാകണം. ആ വിശ്വാസം ഉണ്ടാകണമെങ്കിൽ ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ നമുക്ക് കഴിയത്തില്ല. അപ്രകാരം ഉപവാസത്താലും പ്രാർത്ഥനയാലും നാം നേടിയെടുത്ത് അപ്രകാരമുള്ളൊരു വിശ്വാസം നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും സഭയാകുന്ന നമുക്ക് സാമൂഹ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടുവാൻ സാധിക്കും. രോഗസൗഖ്യം, അപ്പോസ്തലന്മാർ രോഗസൗഖ്യം കൊടുത്തതുപോലെ നമുക്കും രോഗസൗഖ്യം പ്രാർത്ഥനയാൽ നേടിക്കൊടുക്കുവാൻ സാധിക്കും. കുടുംബത്തിലെ പ്രശ്നങ്ങൾ പ്രാർത്ഥനയാൽ മാറ്റുവാൻ സാധിക്കും. മറ്റ് ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ പ്രാർത്ഥനയാൽ മാറ്റുവാൻ സാധിക്കും. ആഗ്രഹങ്ങളല്ല, ആവശ്യങ്ങൾ, ജനങ്ങളുടെ ആവശ്യങ്ങൾ പ്രാർത്ഥനയാലും ഉപവാസത്താലും നേടിക്കൊടുക്കുമ്പോൾ അവർ വരും. ദൈവത്തിൻ്റെ ഈ അത്ഭുതം കാണിച്ച ദൈവത്തിൻ്റെ വചനം എന്താണെന്ന് മനസ്സിലാക്കുവാനും അത് രുചിച്ചറിയുവാനും അതിൻ പ്രകാരം ജീവിച്ചാൽ എൻ്റെ ജീവിതം വലിയ ഒരു അത്ഭുതമാകും എന്ന് അവർ കടന്നു വന്ന് ദൈവത്തിൻ്റെ വചനം പഠിച്ച് അത് മറ്റുള്ളവർക്കും എത്തിക്കും. ഉപവാസവും പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ്. അപ്രകാരം അത്യാവശ്യമായിട്ടുള്ള കാര്യം നേടിയെടുത്തുകൊണ്ട് നമ്മളെ തന്നെ ഒരുക്കി നാം സഭയാകുന്ന നാം സാമൂഹ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ ദൈവമേ, ഉപവാസവും പ്രാർത്ഥനയും എത്ര ആവശ്യകത എന്ന് മനസ്സിലാക്കി പിതാവേ, അത് ജീവിതത്തിൽ രുചിച്ചറിഞ്ഞ് മറ്റുള്ളവർക്കും കൂടെ പകർന്നു കൊടുക്കുവാൻ അങ്ങ് സഹായിക്കണമേ. എല്ലാം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.